നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന ഫോട്ടോ വാക്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് അത് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫസ്റ്റിൽ നമുക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ലുമിനാർ ട്രെയിനിങ്സിൻ്റെ സൈറ്റിൽ luminartrainings.com എന്നുള്ള സൈറ്റിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലിങ്കിൽ പോകാം. ഏതിലായി കഴിഞ്ഞാൽ സൈറ്റിലാണ് പോകുന്നത് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ വാക്ക് കൊച്ചി എന്നുള്ളതിൻ്റെ അതിൽ മോർ ഇൻഫോ എടുക്കുക. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. നോർമലി നിങ്ങൾ ഡയറക്റ്റ് ലിങ്ക് ആണെങ്കിൽ ഈ പേജിലായിരിക്കും എത്തുക. പിന്നെ അവിടെ നിങ്ങൾക്ക് വായിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഇത് എന്താണ് സംഭവം എന്നുള്ള വായിച്ച് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു സംഭവങ്ങളുണ്ട്. ഇത് എല്ലാ ദിവസവും നടക്കുന്ന ഇവൻ്റാണ് കേട്ടോ. ഒക്ടോബർ 4 ഫസ്റ്റ് ഡേ വരുന്നത്. ഒക്ടോബർ 4 മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും നമ്മൾ കൊച്ചിയിൽ പല സ്ഥലങ്ങളിൽ പല ടോപ്പിക്കിലാണ് ഈ ഇവൻറ്റുകൾ നടക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് അവിടെ നിങ്ങൾ പഠിക്കുക. സോ എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ ടോപ്പിക്കായിരിക്കും. അത് ഇവൻ്റ് നടക്കുന്നതിന് 2 ദിവസം മുൻപാണ് ലൊക്കേഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് മീൻസ് നിങ്ങളെ അറിയിക്കുക. അവിടത്തേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ഒരുപാട് ദൂരെ അല്ലാതെ ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് തന്നെയായിരിക്കും. പിന്നെ പോർട്രേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എവിടെയാണോ നല്ല ക്രൗഡ് കിട്ടുന്ന ആ ഭാഗത്തായിരിക്കും ചെയ്യുക. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു വീഡിയോ റിപ്പോർട്ട് പോലെ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. സോ ഇവിടെ ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഫോട്ടോ വാക്ക് കൊച്ചി എന്നുള്ള ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. 7909140135 ഈ ഒരു നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് പേര് ചോദിക്കും. അപ്പോൾ അവിടെ പേരടിച്ചു കൊടുക്കുക. ദെൻ സെലക്ട് ഡിസ്ട്രിക്റ്റ് എടുക്കുക. ഞാനിവിടെ ഇപ്പം എന്താ പറയുക എറണാകുളമാണ് എടുക്കുന്നത്. ദെൻ രജിസ്റ്റർ എന്ന് കൊടുക്കുക. കഴിഞ്ഞു വന്ന് രജിസ്ട്രേഷൻ എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞ് ഇവിടെ ഈ റെഡിൽ കാണുന്നതൊക്കെ നിങ്ങൾക്ക് ഹോളിഡേയ്സ് ആണ്. മീൻസ് നമ്മൾ 4 തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 തീയതി വരെയുള്ള ഡേറ്റ് എല്ലാം തന്നെ ഹോളിഡേ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കളറിൽ തിക്കായിട്ടുള്ള കളർ ഉണ്ടെങ്കിൽ ഓൾറെഡി അവിടെ ബുക്കിംഗ് ഉണ്ട് എന്നാണ്. റെഡ് വരുന്ന 2 കാരണങ്ങൾ കൊണ്ടുവരും. ചിലപ്പോൾ ബുക്കിംഗ് കംപ്ലീറ്റ് ആയാലും നമ്മൾ 5-6 പേരാകുമ്പോൾ ബുക്കിംഗ് കംപ്ലീറ്റ് ആവും, ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ റെഡിൽ അന്നത്തേക്ക് ബുക്കിംഗ് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു 2 ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ വരണതിൽ കുറച്ച് ഡാർക്ക് കളറാണ്. ഇതിനകത്ത് ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫീയും കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ് ഏതാണോ, ഏതൊക്കെ ഡേറ്റ് ആണോ, ഒന്നിലധികം ഡേറ്റ് വേണമെങ്കിൽ ഇതേപോലെ ഏതൊക്കെ ഡേറ്റ് ആണോ വേണ്ടത് ആ ഡേറ്റുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു 3 ആഴ്ചത്തേക്കുള്ള ബുക്കിംഗ് ആണ് അറ്റ് എ ടൈം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. സോ അതിൽ കൂടുതൽ ഡേറ്റ് അഡ്വാൻസ് ബുക്കിംഗ് നടക്കില്ല. ദൂരെയുള്ള ഡേറ്റിനാണെങ്കിൽ ഫീ വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഏറ്റവും ക്ലോസ് ആവാം. നാളത്തെ ഇവൻറ്റിന് ഇന്ന് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു 10-20 രൂപയുടെ ഒരു ഫീ ഡിഫറൻറ്റ്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഡൈനാമിക് സിസ്റ്റത്തിലാണ് ഈ ഫീ സ്ട്രക്ചർ പോകുന്നത്. അതായത് 100 രൂപയ്ക്ക് 500 രൂപയ്ക്ക് ഇടയിലുള്ള ഫീ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ആരെയും ഒരു ക്യാമറയുടെ കാശൊന്നും നിങ്ങൾ ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ട് വേണം ഈ ഇവൻറ്റ് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ വൺസ് നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട 2, 3, 5, 10 എത്ര വേണമെങ്കിലും ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു ദിവസമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവില്ല ഫീ. പക്ഷേ 2 ദിവസം ഫീ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഒരു ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ചെയ്യുക. അതായത് 2 ദിവസത്തെ ടോട്ടൽ ഫീയിൽ നിന്ന് ഒരു റെഡ്യൂസ്ഡ് ഫീ ആയിരിക്കും നിങ്ങളോട് പേ ചെയ്യാൻ വേണ്ടി പറയുക. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. 6.88% അവിടെ ഓൾറെഡി ഇതായിട്ടുണ്ട്. ദെൻ നിങ്ങൾ പോകേണ്ടത് കൺഫേം ബുക്കിങ്ങിലേക്കാണ്. കൺഫേം ബുക്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളുണ്ടാവും. ഇവിടെ നിന്ന് നെക്സ്റ്റ് അടിച്ച് പേ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേയോ ഏത് രീതിയിൽ അവിടെ റേസർ പേയുടെ ഗേറ്റ് വേ ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് പേ ചെയ്ത് അത് കൺഫേം ചെയ്യാം. ഇനി മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത ആളാണ്. നിങ്ങൾക്കിത് എപ്പോഴാണ് നിങ്ങളുടെ ബുക്കിംഗ് കുറേ ദിവസങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വ്യൂ എക്സിസ്റ്റിംഗ് ബുക്കിംഗ്, ഇപ്പോൾ ഞാനൊന്നും ബുക്കിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഇന്ന ഡേറ്റുകളിലാണ് എൻ്റെ ബുക്കിംഗ് ഉള്ളത് എന്നുള്ള ഇതേപോലെ ബോക്സിൽ കാണിച്ചു തരുന്നുണ്ടാവും. സോ അതുമായിട്ട് മുന്നോട്ട് പോകാം. ഇനി ഈ ഈവൻറ്റിന് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈവൻറ്റിന് വരാൻ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ടത് സ്വന്തമായിട്ട് കയ്യിലൊരു ക്യാമറ, DSLR അല്ലെങ്കിൽ മിറർലെസ് ഏത് ക്യാമറ ആയാലും കുഴപ്പമില്ല, അതുണ്ടാവണം. ദെൻ അവിടത്തേക്ക് വന്നെത്താനുള്ള ഒരു യാത്രാ സൗകര്യം. അതെങ്ങനെ നിങ്ങൾ വന്നാലും കുഴപ്പമില്ല, നടന്നു വന്നാലും. 3 മണി മുതൽ 6 മണി വരെയാണ് മിക്കവാറും ഈവൻറ്റുകൾ എല്ലാ ദിവസവും ഉണ്ടാവുക. അപ്പോൾ 6 മണിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും തീരും. ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ അധികം പറ്റില്ല. പക്ഷേ നൈറ്റ് ഈവൻറ്റ്സ് ഉണ്ടാവും. അത് സ്പെഷ്യൽ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് നടത്തുന്നുണ്ട്. അതിന് ഇവിടെ റെഡായിരിക്കും. ഈവൻറ്റിൻ്റെ ബുക്കിംഗ് ഡേറ്റിൽ റെഡായിരിക്കും. പക്ഷേ നമുക്ക് വേറെ ഡയറക്റ്റ് സ്പെഷ്യൽ ഈവൻറ്റിന് ഡയറക്റ്റ് ആക്സസ് ആണ് കിട്ടുക. സോ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ദെൻ
നിങ്ങൾക്ക് വരുന്നതിന് മുൻപേ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്നോട് ഒത്തിരി പേര് ഇപ്പോൾ ചോദിക്കുന്നതാണ് ഫോട്ടോഗ്രാഫിയുടെ ക്ലാസ് എടുക്കാവോ എന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ പോകുന്നത് ഈ ഒരു ഈവെൻറ്റിൽ നമ്മൾ പോകുന്നത് പ്രാക്ടിക്കൽ ഫോട്ടോഗ്രാഫി ലേണിങ്ങിനാണ്. പക്ഷേ ആൾക്കാർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ബേസിക് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുന്നത് എനിക്ക് പഠിപ്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പഠിപ്പിക്കുന്നതിന് ഒരു ഫീ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പോൾ ആ ഫീ പേ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനും റെഡിയാണ്, എനിക്കൊരു വിരോധമില്ല. അതേ സമയത്ത് ഒരു ഫ്രീ ഓപ്ഷൻ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ ആ രീതിയിൽ ഫ്രീ ആയി അത് പഠിച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഫോട്ടോ വാക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറായി മാറാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് നേരെ ഫോട്ടോഗ്രാഫി മലയാളം ബൈ റഷീദ് തായ്ലാർ എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ഏറ്റവും ആദ്യം വരുന്ന റഷീദ് തായ്ലാർ എൻ്റെ പേരിൽ തന്നെ കാണുന്ന ഈ എൻ്റെ ഒരു ഫോട്ടോ കാണുന്ന എൻ്റെ തല, എൻ്റെ മുഖം, എൻ്റെ ഫോട്ടോ അത് കാണുന്ന ഈ ഒരു ചാനലിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ ചാനലിൽ പ്ലേലിസ്റ്റ് എന്നൊരു സംഭവം ഒന്ന് ഓപ്പൺ ചെയ്തേക്കുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം പ്ലേലിസ്റ്റുകൾ കാണാം. അതിൽ ലേൺ ഫോട്ടോഗ്രാഫി വിത്ത് റഷീദ് തായ്ലാർ എന്നുണ്ടാവും. ഇവിടെ ഇതാ ഈ രണ്ടാമത്തെ ലേൺ ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി വിത്ത് റഷീദ് തായ്ലാർ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട്, അതായത് ഞാൻ ഇത്രയും കാലം ഓൺലൈൻ ഫോട്ടോഗ്രാഫി കോഴ്സിന് കൊടുത്തുകൊണ്ടിരുന്ന ആ കംപ്ലീറ്റ് വീഡിയോസും ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ഒന്ന് മനസ്സിരുത്തി ഒന്നും ശ്രദ്ധിച്ച് പഠിക്കുകയാണ്. എന്താണ് സംഭവം, എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് എല്ലാം തന്നെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് ഷട്ടർ റിലീസ് ബട്ടൺ അഥവാ നമ്മൾ ഓക്കെ. ഇങ്ങനെ ഓരോരോ ബട്ടണും ഒരു ക്യാമറയിൽ വരുന്ന സകല സംഭവങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ഈ പ്ലേലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ ഏകദേശം 250ഓളം വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഫോട്ടോഗ്രാഫിയിൽ വരുന്ന സകലമാന സംശയങ്ങളും അതിൽ തീർന്നു കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വരേണ്ടത് നമ്മുടെ ഈ ഈവെൻറ്റിലേക്കാണ്. ഇവിടെ വരിക, ഒരു 3, 4, 5 ദിവസം ഒന്ന് ബുക്ക് ചെയ്യുക. വളരെ ഫീ 100 രൂപ മുതൽ 500 രൂപയാണ്. 500 രൂപ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഏറ്റവും ഡിമാൻഡുള്ള ദിവസങ്ങളിൽ മാത്രമേ. 500 രൂപ ഒന്നും എന്തായാലും എത്തില്ല. ഇവിടെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് 222 രൂപയുണ്ട്, 217, അങ്ങനെ പല ഫീ ഇവിടെ കാണുന്നുണ്ട്. 284 രൂപയാണ് ഹയസ്റ്റ് വന്നിട്ടുള്ളത്. സോ അത്രയൊക്കെ തന്നെ ഇതിന് ഉള്ളൂ. വളരെ മിനിമം ഫീ, ചായക്കാശിന് കാര്യങ്ങൾ നടക്കുന്ന ഒരവസ്ഥയാണ്. സോ നിങ്ങൾ ബുക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരെ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ തിയറി അല്ലെങ്കിൽ ഈ ക്ലാസ് റൂം സെഷൻ എന്നുള്ളത് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതിൽ കേട്ടിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതിൽ കേട്ടിട്ട് പഠിക്കുക. ഇനി ഇത് കേട്ടിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ 1 to 1 ആയിട്ട് ഒരാൾക്ക് ഒരു ക്ലാസ് എന്ന രീതിയിൽ ഞാൻ എടുത്തു തരാം. ക്യാമറ കയ്യിൽ ഒതുങ്ങിയതിന് ശേഷം നിങ്ങൾ ഈ ഫോട്ടോ വാക്ക് ഈവെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഈ ഈവെൻറ്റിൽ വന്നതുകൊണ്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് ഫിലിമിൽ നിന്ന് മാറിയിട്ട് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വരുമ്പോൾ ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഫോട്ടോഗ്രാഫി തീർന്നു ഇനി ഇല്ല, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വിജയിക്കില്ല, നമ്മൾ അതിലേക്ക് പോകരുത്, അതൊക്കെ വലിയ അബദ്ധമാണ്, ഫോട്ടോഗ്രാഫി ഫിലിമിൽ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് പേര് മാറി നിന്നിരുന്നു. അന്ന് ഡിജിറ്റൽ ഏറ്റെടുക്കാത്ത ആൾക്കാർ എന്ത് സംഭവിച്ചു, അവർ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്ന് ഔട്ടായി. പിന്നീട് ഡിജിറ്റൽ വന്നപ്പം അതിൽ എന്താ പറയുക, ഡിജിറ്റൽ എൻഹാൻസ്മെൻറ്റ്സ് വന്നു, ഫോട്ടോഷോപ്പിൻ്റെയും അങ്ങനെ ഇപ്പോൾ വന്നിട്ട് എന്തിനു പറയുന്നത് AI ഒരു കാലം വരെ എത്തി. അതിൻ്റെ ഇടയിൽ നമ്മൾ അറിയാതെ പോയ കുറേ മേഖലകൾ ഫോട്ടോഗ്രാഫിയിൽ തുറന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫിലിം ഫോട്ടോഗ്രാഫിയുടെ കാലത്ത് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ചലഞ്ചായിരുന്നു. കാരണം ഫുഡിൽ എവിടെ ലൈറ്റപ്പ് എങ്ങനെ ചെയ്യണം, ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഡീറ്റെയിലിങ്, അതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഫുഡ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും എക്സ്പെൻസീവായ ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വന്നപ്പോൾ ഏതൊരാൾക്കും ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഈസിയായ ഒരു ബിസിനസ്സായി മാറി പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ തന്നെ ഒരുപാട് കാറുകൾ, വണ്ടികൾ, ഫുഡ്, എന്തിനാ പറയുന്നത്, അങ്ങനെ. പിന്നൊരു മേഖലയാണ് കടന്ന് നമ്മുടെയൊക്കെ മുന്നിൽ, അതായത് ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മളൊരു യാത്ര ചെയ്തിട്ട് ആ വീഡിയോസ് പ്രോപ്പറായിട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ട്വിച്ച് അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് മോണിറ്റൈസ്ഡ് ആയിട്ട് നമുക്ക് വരുമാനം കിട്ടും. അത്യാവശ്യം മന്ത്ലി 80,000-90,000 ഒക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആളെ എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ ചാനൽ ഇത് മോണിറ്റൈസ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട, ഇത് മോണിറ്റൈസ്ഡ്, ഈ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും ഇതുവരെ ഇത് മോണിറ്റൈസ്ഡ് അല്ല. വ്യൂ കൗണ്ട് കുറവ് ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ഫോട്ടോഗ്രാഫി പഠിക്കുന്ന
ആൾക്കാർക്ക് മാത്രമാണ് ഞാനിത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ചാനൽ പബ്ലിക് ആണെങ്കിൽ കൂടി ഞാൻ മാർക്കറ്റ് ചെയ്യാറില്ല, അതുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. എന്തു തന്നെയായാലും അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, അതിലെനിക്ക് പരാതിയൊന്നുമില്ല. കാരണം ഞാൻ ഈ ഒരു ചാനൽ കൊണ്ടല്ല ജീവിക്കുന്നത്. പക്ഷേ ഫോട്ടോഗ്രാഫിയും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങുമാണ് എൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ. സോ എനിക്ക് എന്താ പറയുക, സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ 2022 ഉപേക്ഷിച്ചു. വെഡിങ് ഫോട്ടോഗ്രാഫി എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്ന് ഞാനൊരു പരിധിവരെ മാറിയതായിരുന്നു. പിന്നീട് ഇപ്പോൾ എനിക്ക് 2025 ആയപ്പോൾ, ആദ്യകാലത്തൊക്കെ ഒരു ഡെയിലി 1-2 കോൾസ് വന്നത്, ഇപ്പം ഈ ഒരു ജൂലൈ ഓഗസ്റ്റൊക്കെ ആയപ്പം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതും ഇവിടെ സെറ്റിലായിട്ടുള്ളതും. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റും എന്നതുകൊണ്ടാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ലോകത്ത് എവിടെ പോയിരുന്നാലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്നതുകൊണ്ട് ഇവിടെ ആകുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി എനിക്ക് ഡയറക്റ്റ് റീച്ചബിൾ ആവും എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേടോ. സോ ഇതാണ് സ്റ്റാറ്റസ്. സോ നിങ്ങൾ ബേസിക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റാത്തവർ എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ നേരിട്ട് പഠിപ്പിച്ചു തരാം. അതിനുശേഷം ഈ ഒരു 5-6 ഇവൻറ്റിൽ വരുമ്പോൾ തന്നെ ക്യാമറ, ഫോക്കസ്, കമ്പോസിഷൻ, ഫ്രെയിമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം കയ്യിലൊതുങ്ങും. ഇതിൽ മെയിൻ ഒരു ഫോട്ടോഗ്രാഫറിന് വേണ്ട ഒരു സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് വളരെ ക്വിക്കായിട്ട് അതിൻ്റെ സെറ്റിങ്സ് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. വളരെ ഫാസ്റ്റായിരിക്കണം. ചിന്തിച്ച് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കാൻ അവിടെ സമയം കിട്ടില്ല. ആ സമയം കൊണ്ട് നിങ്ങൾ ക്യാമറ സെറ്റ് ചെയ്യണം. പിന്നെ ക്വിക്ക് ആക്ഷൻ, ഒരു സംഭവം അവിടെ ഒരു ഫ്രെയിം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേനും ക്യാമറ കയ്യിലെത്തണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു സംഭവം എന്നാണ് പേടി ഉണ്ടാകുന്നത്. ഇത് ഒരാൾ നിങ്ങളോട് പറയുകയാണ്, നാളെ എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്, ഒരു ഫോട്ടോ എടുത്തു തരണം എന്ന്. ദൈവമേ, അന്ന് രാത്രി ഇയാൾ ഉറങ്ങില്ല, നാളെ ആ ഫോട്ടോ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഒരു 10-15 ഈവൻ്റ് അയാൾ കവർ ചെയ്ത് തുടങ്ങുമ്പോൾ ഏത് നട്ടപ്പാതിരാക്ക് പറഞ്ഞാലും അപ്പം ക്യാമറ എടുത്ത് അയാൾ ഫോട്ടോ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ കോൺഫിഡൻസിൻ്റെ ഒരു കുഴപ്പമാണ്, എക്സ്പീരിയൻസിൻ്റെ ഒരു കുഴപ്പമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ റെഡിയാവും. അപ്പോൾ തുടക്കക്കാരായ ഫോട്ടോഗ്രാഫേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഫോട്ടോഗ്രാഫിയിൽ റവന്യൂ ജനറേറ്റ്, പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ഒരു മാസത്തിൽ 1 ലക്ഷം രൂപ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയിൽ സംബന്ധിച്ചിടത്തോളം, ഫോട്ടോഗ്രാഫി എന്ന മേഖല കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ഒരാളെ നിർത്തി ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി അല്ല കേട്ടോ. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു വൈഡായിട്ടുള്ള ഒരു മേഖലയാണ്. അതിനകത്ത് സിനിമാറ്റോഗ്രാഫി വരുന്നുണ്ട്, വീഡിയോ ട്രാവലോഗ്സ് അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗ്സ് വരുന്നുണ്ട്, കണ്ടൻറ് ക്രിയേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷനിൽക്കാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിക്കാൻ അറിയെങ്കിൽ ഒരു ക്യാമറ മുന്നിൽ വെച്ച് അതിൻ്റെ മുന്നിൽ സംസാരിക്കാൻ, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ ഒരു വൈഡായിട്ടുള്ള, ഒരു കാലത്ത് ഫിലിം ഇട്ടിട്ട് മാത്രം വളരെ നാരോ ആയിട്ടുള്ള ഒരു മേഖലയായിരുന്നെങ്കിൽ ഇന്ന് എക്സ്ട്രീംലി വൈഡായിട്ടുള്ള ഒരു മേഖലയാണ്. ഇനിയിപ്പോൾ വരുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സൂക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് ഇപ്പം ജനങ്ങൾ പോകുന്നത്. ആ ട്രെൻഡ് അങ്ങനെയാണ്. എൻ്റെ മുഖം എന്താണോ, പച്ചയ്ക്ക് എൻ്റെ മുഖം എന്താണോ അത് കാണിക്കുക, അത് കവർ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഫോട്ടോഗ്രാഫറിന് അത്രയധികം ടെക്നിക്കൽ സ്കിൽസ് ഇല്ലെങ്കിൽ അയാൾക്ക് പ്രോപ്പർലി എക്സ്പോസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് അവർക്ക് എങ്ങനെ തന്നെ പ്രശ്നങ്ങൾ പണി കിട്ടിയാലും അവർ എയിലും മറ്റ് സംഭവങ്ങളും കയറ്റിയിട്ട് ഈ ഫോട്ടോ കറക്റ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുകയും ചെയ്യും, കാശും വാങ്ങിക്കും. പക്ഷേ ഇനി അങ്ങനെ ഒരു, അതായത് എന്താണ് അൺടച്ച്ഡ് ഫോട്ടോയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. വെഡ്ഡിങ്ങും അങ്ങനെയുള്ള ഫാഷനൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷേ ട്രെൻഡ് മാറി വരുമ്പോൾ ഉറപ്പായിട്ടും അതിൽ നിങ്ങൾ പെട്ടു. അപ്പം പ്രാക്ടീസ് ചെയ്യുക. ക്യാമറ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറാൻ പറ്റും. സോ ബിഗിനേഴ്സ്, തുടക്കക്കാർ ഫോട്ടോഗ്രാഫി പഠിക്കാനും, അതേപോലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നൊരു മേഖല തന്നെ ഉണ്ട് ഒത്തിരി. അതായത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടെടുത്തോളം ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് പോയിട്ടുള്ളത് സ്ട്രെസ്ഫുള്ളായിട്ട് ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, അതുപോലെ സെയിൽസിലുള്ള ആൾക്കാർ, ഭയങ്കര എവിടെ നല്ലപോലെ ടെൻഷൻ എടുത്ത് ജോലി ചെയ്യുന്നുണ്ടോ, അതുപോലെ ഈ എന്താ പറയുക ബാങ്കിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് സെക്ഷനിൽ സൂപ്പർവൈസൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഒറ്റയ്ക്ക് ട്രക്കിങ്ങിന് പോവുക. അതായത് കൂടെ ആൾക്കാരുണ്ടാവും, പക്ഷേ ഇയാൾ പോകുന്നത് ഇയാൾ തനിച്ചായിരിക്കും. പോയി അവിടെ എവിടെയെങ്കിലും ഒരു റിമോട്ട് ഏരിയയിൽ കിടന്നുറങ്ങി, ഒരു ഹട്ടോ എന്തെങ്കിലും എടുത്ത് അവിടെ കിടന്നുറങ്ങി എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിച്ച് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാളൊന്ന് ഫ്രഷ് ആവും. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാകും, പക്ഷേ ഹോളിഡേയ്സ് ഒന്നും കിട്ടാതെ നരകിച്ച് പോകുന്ന ടീമുകൾ, അവരൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ക്യാമറ എടുത്ത് പോകുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്കും ട്രാവലിങ്ങിന് ഒത്തിരി പേരാണ്. റിമോട്ട് ഏരിയ, ആരും കാണാത്ത ഏരിയയിലൊക്കെ പോവുക, അവിടെ കവർ ചെയ്യുക, അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഇത് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവം. അപ്പം റവന്യൂ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ കയ്യിലുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് നിങ്ങളുടെ കാര്യം. ഫോട്ടോഗ്രാഫി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ. 2 രീതിയിൽ, അതായത് ബേസിക്കായിട്ട് ക്യാമറ വാങ്ങുന്നത് മുതൽ അത്യാവശ്യം
പ്രൊഫഷണൽ രീതിയിൽ ഫോട്ടോ എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. അതിൽ അതിൻ്റേതായ ഒരു ചെറിയ മിനിമം ഫീ, നിങ്ങളൊരു ക്യാമറ വാങ്ങുന്ന കാശൊന്നും ഫീ എന്തായാലും കൊടുക്കേണ്ടതില്ല. അത് എൻ്റെ ഒരു പോളിസി തന്നെ അതാണ്. ഞാൻ ഇതുവരെ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ഏകദേശം 4000-ഓളം ആൾക്കാരെയാണ് ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും കൂടി വന്ന ഒരു വളരെ ഒരു ക്യാമറയുടെ ഒരു 100-1 ഭാഗമൊക്കെ ആയിരിക്കും അവർ ഫീ ആയിട്ട്, അല്ലെങ്കിൽ ഒരു 50-1 ഭാഗമൊക്കെ ആയിരിക്കും അവർ ഫീ ആയിട്ട് പേ ചെയ്തിട്ടുണ്ടാവുക. അത്രയും ചെറിയ ഫീയിൽ ഒരു സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു പോളിസി. സോ ഇവിടെ ആയിക്കഴിഞ്ഞാലും ഇതേ രീതിയിലാണ് 200, 500, 300 രൂപയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് അഫോർഡബിളാണ്. ഒരു ട്രെയിൻ കയറി നേരെ എറണാകുളം വരിക, അവിടെ സറൗണ്ടിങ്ങിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടാവും. അവിടെ ഒരാളാണെങ്കിലും 10 ആളാണെങ്കിലും ഈവൻ്റ് നടക്കും. സോ എല്ലാവരെയും അവിടെ കാണാം. ഒക്ടോബർ 4 ഫസ്റ്റ് ഡേ ആയിട്ട് നമുക്ക് വരുന്നത്. സോ രജിസ്റ്റർ ചെയ്യുക, അതേപോലെ കൺഫേം ചെയ്യുക. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കാണിക്കും എന്നല്ലാതെ നിങ്ങൾ എവിടെയാണ് ഏത് ഡേറ്റിനാണ് ബുക്ക് ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടി വീണ്ടും നേരത്തെ വന്നതുപോലെ തന്നെ മൊബൈൽ നമ്പർ അടിച്ച് നേരെ ഇവിടെ വന്നിട്ട് വ്യൂ എഡിറ്റ് എക്സിസ്റ്റിംഗ് ബുക്കിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ഡേറ്റിന് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഓൾറൈറ്റ്. അതിനുശേഷം പിന്നെ നമ്മളെ പരിപാടിയും കോൺടാക്റ്റ് എല്ലാം വാട്സപ്പിലാണ്. വാട്സപ്പ് വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 7909140135 എന്നുള്ളതാണ് നമ്പർ. അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. പിന്നെ പിന്നീട് അങ്ങോട്ട് നമ്മളൊരു ഫ്രണ്ട്ലി ആയ രീതിയിലാണ് പോകുന്നത്. എവിടെ എപ്പോൾ എത്തണം എന്നുള്ളത് അറിയുക, അവിടെ എത്തുക, സംസാരിക്കുക, അത് ഫോട്ടോഷൂട്ട് ചെയ്യുക. ഒരു ദിവസം മാക്സിമം ഒരു 10 ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. ക്വാളിറ്റി ഫോട്ടോസ് 10 എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പിരിഞ്ഞു പോകുക, അടുത്ത ദിവസം വരിക. ഇങ്ങനെയാണ് ഈ ഒരു പരിപാടി. എറണാകുളത്താകുമ്പോൾ എല്ലാവർക്കും റീച്ചബിളാണ്. സൗത്തും നോർത്തായാലും നമുക്ക് റീച്ചബിൾ. സൗത്ത് നോർത്തും എറണാകുളം സൗത്ത് നോർത്തും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുനിന്നും വടക്ക് ഭാഗത്തുനിന്നുള്ളവർക്ക് എത്തിച്ചേരാനും താമസത്തിനും ഒക്കെ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. സോ എല്ലാവരും മോസ്റ്റ് വെൽക്കം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി പറഞ്ഞുതരാം. ഓൾ റൈറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.